അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കരുത് എന്നല്ല. വിഗ്രഹം ഉണ്ടാക്കാം, വിഗ്രഹം എന്ന് പറഞ്ഞാൽ രൂപം ഉണ്ടാക്കാം. അപ്പൊ അത് രൂപം ഉണ്ടാക്കാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. രൂപം ഉണ്ടാക്കാം. അത് കാണുമ്പോ എന്റെ മുറിയിലുണ്ടെന്ന് ഇഷ്ടം പോലെ. അതായത് ഒരു പ്രതിമയെ, ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ് വിഗ്രഹാരാധന. അല്ലാതെ സ്വരൂപങ്ങൾ കാണുമ്പോൾ അത് ആരെ സൂചിപ്പിക്കുന്നു? അവരെ ഓർക്കുന്നത് വിഗ്രഹാരാധനയാണോ? ഇനി അടുത്ത വിഷയം, അതിനു മുമ്പിൽ ഒന്ന് വണങ്ങിയാലോ? തെറ്റാണോ? അല്ല. കത്തോലിക്ക ദേവാലയങ്ങളിൽ ധാരാളം രൂപങ്ങളുണ്ട്. അവയ്ക്ക് മുമ്പിൽ കുമ്പിടുന്നുണ്ട്, മാല ചാർത്തുന്നുണ്ട്, ധൂപാർപ്പണം നടത്തുന്നുണ്ട്. രൂപങ്ങളൊന്നും വിഗ്രഹങ്ങളല്ല. അവയെ നാം ആരാധിക്കുന്നില്ല, ദൈവമായി കാണുന്നില്ല. അവയെ വണങ്ങുക, ബഹുമാനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. മനുഷ്യന് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുവാൻ ആരാധനയിലൂടെയാണ് കഴിയുക. മനുഷ്യ ഹൃദയത്തിലെ ശൂന്യത നികത്താനും അർത്ഥത്തിനു വേണ്ടിയുള്ള മനുഷ്യാത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കാനും ആരാധനയിൽ കൂടി മാത്രമേ, ശരിയായ ദൈവിക ആരാധനയിൽ കൂടി മാത്രമേ മനുഷ്യന് കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം യേശു കർത്താവിനെ രക്ഷകനും ദൈവവുമായി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയും ആ യേശുവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും ചെയ്യുക എന്നതാണ്. യഥാർത്ഥ ആരാധനയെപ്പറ്റി യേശു ഇപ്രകാരം പറഞ്ഞു: എന്നാൽ യഥാർത്ഥ ആരാധകൻ പിതാവിനെ അരൂപിയിലും സത്യത്തിലും ആരാധിക്കുന്ന സമയം വരുന്നു. ഇതാ അത് വന്നു കഴിഞ്ഞു. അത്തരം ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. അവനെ ആരാധിക്കുന്നവർ അരൂപിയിലും സത്യത്തിലും ആരാധിക്കണം എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആരാധന സ്വീകരിക്കുവാൻ സത്യദൈവം മാത്രമാണ് അർഹൻ. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് മാത്രമുള്ള ആ അർഹതയെ നാം അംഗീകരിക്കുന്നു. തെറ്റായ ആരാധനകൾ, തെറ്റായ ശക്തികൾക്ക് നാം കൊടുക്കുമ്പോൾ സത്യദൈവത്തെ നാം നിഷേധിക്കുകയും ദൈവമല്ലാത്തവയെ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. പൂർണ്ണമായും ദൈവവും പൂർണ്ണമായും മനുഷ്യനുമായ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ മനോഭാവമുള്ളവരായിത്തീരുന്നു. നാം ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നു. എന്നാൽ സ്വാർത്ഥ മനുഷ്യൻ ദൈവത്തെ തൻ്റെ തന്നെ ഭാവനയ്ക്കിണങ്ങിയ വിധത്തിൽ നിർമ്മിക്കുകയും ആ ദൈവത്തെ തനിക്കിഷ്ടമുള്ളതുപോലെ ആരാധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാണ് വിഗ്രഹാരാധന. ഇതിൽ മനുഷ്യൻ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ദൈവത്തെ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നു. വിഗ്രഹാരാധന ഏറ്റവും വലിയ നുണയാണ്. ദൈവമല്ലാത്തവരോടുള്ള ഭക്തിയും പ്രാർത്ഥനയും വിഗ്രഹാരാധനയാണ്. പ്രാർത്ഥനയും നമ്മുടെ ഭക്തിയും നാം കൊടുക്കേണ്ടത് ദൈവത്തിന് മാത്രമാണ്. ദൈവമല്ലാത്ത ആർക്കെങ്കിലും അത് കൊടുക്കുമ്പോൾ നാം വിഗ്രഹാരാധികളായിത്തീരുന്നു. സത്യദൈവമായ യേശുവിലേക്ക് വരുവാൻ തടസ്സമായി നിൽക്കുന്നതെന്തോ അതാണ് വിഗ്രഹം. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാതെ മറ്റു പലതിനും കൊടുക്കുന്നത് വിഗ്രഹാരാധനയാണ്. മനുഷ്യൻ എന്തിനേയും ആഗ്രഹിക്കുവാൻ കഴിവുള്ളവനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്. സത്യദൈവത്തിനായി പൂർണ്ണമായി ആഗ്രഹിച്ചില്ലെങ്കിൽ അവൻ മറ്റു പലതിനെയും ആഗ്രഹിച്ച് വിഗ്രഹാരാധനയിൽ പെട്ടുപോകും. ദൈവത്തിനായി പൂർണ്ണമായി ആഗ്രഹിക്കുകയും സ്വയം ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ആരാധന. സത്യദൈവം മാത്രം അർഹിക്കുന്ന ഈ സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു പറ്റുന്ന മറ്റാരും മറ്റെന്തും വിഗ്രഹങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കണം. അത്തരം വിഗ്രഹങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നാം നടത്തുന്ന സമർപ്പണമാണ് വിഗ്രഹാരാധന. ദൈവമല്ലാത്തതിൽ നാം വിശ്വാസമർപ്പിക്കുമ്പോൾ നാം വിഗ്രഹാരാധികളായിത്തീരുന്നു. സത്യദൈവത്തെ നാം ആരാധിക്കാതിരിക്കുമ്പോൾ നാം വിഗ്രഹാരാധികളാകുന്നു. വിഗ്രഹാരാധനയിൽ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാതെയാകുന്നു. വിഗ്രഹാരാധനയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളെയും മനുഷ്യൻ തന്നെ നിർമ്മിച്ച വസ്തുക്കളെയും ആരാധിക്കുന്നു. വിഗ്രഹാരാധനയിൽ മനുഷ്യൻ ദൈവത്തിന് ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കാൻ വിസമ്മതിക്കുകയും ആ സ്ഥാനം മറ്റു പലതിനും കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവം വിഗ്രഹാരാധനയെ വെറുക്കുന്നു.
കാരണം വിഗ്രഹാരാധനയാണ് ഏറ്റവും വലിയ നുണ. ഏറ്റവും വലിയ നുണ വിഗ്രഹാരാധനയാണ്. കാരണം വിഗ്രഹാരാധനയിൽ ദൈവമല്ലാത്തതിനെ ദൈവമായി കണക്കാക്കുന്നു. ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ ഏതെങ്കിലും സൃഷ്ടികൾക്കോ മനുഷ്യനിർമ്മിതമായ പ്രതിമകൾക്കോ കഴിയില്ല. അവയ്ക്കൊന്നും ദൈവത്തെ പൂർണ്ണമായി പ്രതിനിധീകരിക്കുവാൻ കഴിയുകയില്ല. ദൈവമെന്ന ആശയത്തെ ശരിയായി എക്സ്പ്രസ് ചെയ്യുവാൻ അവയ്ക്കൊന്നും കഴിയുകയില്ല. കാരണം ദൈവത്തിന് സമനായി മറ്റാരുമില്ല, മറ്റൊന്നുമില്ല. അതിനാൽ ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ മനുഷ്യനിർമ്മിതമായ ഒരു രൂപത്തിനും കഴിയുകയില്ല. ജനതകളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. എന്നാൽ കർത്താവ് ആകാശത്തിൻ്റെ സൃഷ്ടാവാണ് എന്ന് സങ്കീർത്തനങ്ങളിൽ 96-ാം അധ്യായം 5-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായിത്തീരുമെന്ന് 97-ാം സങ്കീർത്തനത്തിലും നാം കാണുന്നു. അതുകൊണ്ട് വിഗ്രഹാരാധന ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദികേടും അവിശ്വസ്തതയുമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തിന് തൻ്റെ ജനവുമായുള്ള ബന്ധത്തെ വിവാഹബന്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ദൈവം മനുഷ്യൻ്റെ പൂർണ്ണമായ സ്നേഹവും അനുസരണവും പ്രതീക്ഷിക്കുന്നു. വിഗ്രഹാരാധനയെ വ്യഭിചാരത്തോടും വേശ്യാവൃത്തിയോടുമാണ് ഉപമിച്ചിരിക്കുന്നത്. വിഗ്രഹാരാധന മനുഷ്യൻ്റെ ഏറ്റവും വലിയ അബദ്ധമാണ്. ആധുനിക മനുഷ്യൻ അപകടകരമാം വിധം പലവിധമായ വിഗ്രഹങ്ങളിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. സാധാരണ ജീവിതത്തിൽ അവൻ്റെ അറിവ്, വിജയം, പ്രശസ്തി എന്നിവയെല്ലാം അവൻ വിഗ്രഹമായി കൊണ്ടു നടന്ന് ആരാധിക്കുകയാണ്. മനുഷ്യൻ തന്നെ ആരാധിക്കുമ്പോഴുണ്ടാകുന്ന വിഗ്രഹാരാധനയാണ് അഹങ്കാരം. ഇതിൽ വിഗ്രഹം അവരവർ തന്നെയാണ്. വിഗ്രഹാരാധനയിലൂടെ സാത്താൻ മനുഷ്യൻ്റെ ഭക്തിയെ അട്ടിമറിക്കുകയാണ് ചെയ്യുന്നത്. തെറ്റായ ആരാധനയെല്ലാം, സത്യദൈവത്തിന് സ്വീകാര്യമല്ലാത്ത ആരാധനയെല്ലാം വിഗ്രഹാരാധനയാണ്. ദൈവമല്ലാത്തവർക്ക് നാം കൊടുക്കുന്ന ഭക്തി വിഗ്രഹാരാധനയായി സാത്താനാണ് ലഭിക്കുന്നത്. കാരണം എല്ലാവിധ വിഗ്രഹാരാധനയും ലഭിക്കുന്നത് സാത്താനാണ്. മതപരമായ ഭക്തി സൃഷ്ടികൾക്ക് കൊടുക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്നത്. അത് സൃഷ്ടാവായ ഏക ദൈവത്തിന് മാത്രമുള്ളതാണ്. അത്തരം ഭക്തി പ്രകടനങ്ങൾ സ്വീകരിക്കാൻ യോഗ്യൻ ദൈവം മാത്രമാണ്. ഭക്തി ദൈവമല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ അത് വിഗ്രഹാരാധനയായിത്തീരുന്നു. നമ്മുടെ ഭക്തി ദൈവമല്ലാത്തവർക്ക് കൊടുക്കുമ്പോൾ അത് വിഗ്രഹാരാധനയായിത്തീരുന്നു. യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോകുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. സാത്താൻ യേശുവിനെ ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വവും കാണിച്ചിട്ട്, നീ സാഷ്ടാംഗം പ്രണമിച്ചോ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകുമെന്ന് പറഞ്ഞു. അപ്പോൾ സാഷ്ടാംഗം പ്രണമിച്ച് ബാഹ്യമായ ബഹുമാനം കാണിക്കുന്നത് ആരാധിക്കുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. അത് ദൈവം മാത്രം അർഹിക്കുന്ന ഭയഭക്തിയുടെ പ്രകടനമാണ്. സാഷ്ടാംഗം പ്രണമിച്ച് ബാഹ്യമായ ബഹുമാനം കാണിക്കുന്നത് ദൈവം മാത്രം അർഹിക്കുന്ന ഭയഭക്തിയുടെ പ്രകടനമല്ലായിരുന്നുവെങ്കിൽ സാത്താൻ്റെ അഭ്യർത്ഥനയിൽ അപകടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതായിരുന്നില്ല സ്ഥിതി. അതിനാൽ എല്ലാ തരത്തിലുമുള്ള ആത്മീകവും ആന്തരികവും ബാഹ്യവുമായ ആത്മീയ ബഹുമാന പ്രകടനങ്ങൾ ദൈവത്തിനു മാത്രമേ കൊടുക്കാവൂ എന്ന് ദൈവവചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശരിയായ പ്രാർത്ഥനയെയും ശരിയല്ലാത്ത പ്രാർത്ഥനയെയും, ശരിയായ ആരാധനയെയും ശരിയല്ലാത്ത ആരാധനയെയും പറ്റി ദൈവവചനമായ ബൈബിളിൽ ആവർത്തിച്ചാവർത്തിച്ച് നൽകിയിരിക്കുന്ന ചില വചനഭാഗങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് കടന്നു പോകാം. ആരെങ്കിലും മന്ത്രവാദികളുടെയും കൂടോത്രക്കാരുടെയും പുറകെ പോയി അന്യദേവന്മാരെ ആരാധിച്ചാൽ
അവനെതിരെ ഞാൻ മുഖം തിരിക്കുകയും അവനെ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ചു കളയുകയും ചെയ്യും എന്ന് ലേവ്യ പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. വീണ്ടും ആവർത്തന പുസ്തകം 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയോ ചെയ്താൽ ആ പ്രവാചകൻ്റെയോ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ട് അനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയാകുന്നു. അപ്പോൾ അന്യദൈവങ്ങളെ, ദൈവമല്ലാത്തവരെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നും അതിൻ്റെ പിന്നാലെ പോകരുത് എന്നും ദൈവത്തിൻ്റെ വചനം ഇവിടെ വളരെ വ്യക്തമായി നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട്. വീണ്ടും സങ്കീർത്തനം 16-ാം അധ്യായത്തിൽ നാം കാണുന്നു, അവിടുന്നാണ് എൻ്റെ കർത്താവ്, അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്, അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. സങ്കീർത്തനം 96-ൽ നാം വായിക്കുന്നു, ജാതികളുടെ ദേവന്മാർ വിഗ്രഹങ്ങൾ മാത്രം. സങ്കീർത്തനം 97-ൽ വ്യർത്ഥബിംബങ്ങളിൽ അഭിമാനം കൊള്ളുന്ന വിഗ്രഹാരാധകർ ലജ്ജിതരായി തീരുന്നു. സങ്കീർത്തനം 106-ൽ നാം വായിക്കുന്നു, അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു, അത് അവർക്ക് കെണിയായി തീർന്നു. സങ്കീർത്തനം 115-ൽ വായിക്കുന്നു, കർത്താവിൻ്റെ ഭക്തരെ കർത്താവിൽ ആശ്രയിക്കുവാൻ, അവിടുന്നാണ് നിങ്ങളുടെ സഹായവും പരിചയം. ജെറമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. എസെക്കിയേലിൻ്റെ പുസ്തകം 8-ാം അധ്യായം 3 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നു, 25ഓളം പേർ ദേവാലയത്തിന് പുറം തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവിടുന്ന് ചോദിച്ചു, മനുഷ്യപുത്ര, നീ കണ്ടില്ലേ യൂദാഭവനം ഇവിടെ കാട്ടുന്ന മ്ലേച്ഛതകൾ നിസ്സാരങ്ങളോ? അപ്പോസ്തല പ്രവർത്തികൾ 14-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. വ്യർത്ഥമായ ഈ രീതികളിൽ നിന്ന് ജീവിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. വീണ്ടും റോമാലേഖനം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാണ്ടുപോകുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ഇതാണ് വിഗ്രഹാരാധനയുടെ മാർമികമായ പോയിന്റ്. അവർ സൃഷ്ടാവിലും ഉപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. ദൈവം ഒരുവൻ മാത്രമാണ് സൃഷ്ടാവ്. അവൻ വെളിപ്പെട്ടു നിൽക്കുന്നതാണ് യേശുക്രിസ്തു, മനുഷ്യനായി പ്രത്യക്ഷനായ ഏക ദൈവം. അവനല്ലാതെ മറ്റാരും ആരാധ്യനായിട്ടില്ല. റോമാലേഖനം 3-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, എല്ലാ മനുഷ്യരും വ്യാജം പറയുന്നവരായാലും
ദൈവം സത്യവാനാണ്. റോമാലേഖനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെന്നേയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് അവർ അജ്ഞരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് കൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല. നാം ദൈവത്തിൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത്. ആത്മീയമായ തീഷ്ണതകൾ കൊണ്ട് മാത്രം കാര്യമായില്ല, ഭക്തി കൊണ്ട് മാത്രം കാര്യമായില്ല. ദൈവത്തിൻ്റെ അറിവിന് അനുസരിച്ച് ദൈവിക ജ്ഞാനത്തിൽ പരിജ്ഞാനത്തോടെ ദൈവത്തെ ആരാധിക്കണം. ദൈവത്തിൻ്റെ നീതിക്ക് നാം കീഴടങ്ങണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആജ്ഞാപിക്കുന്നത്. വീണ്ടും അപ്പസ്തോല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യൻ്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത്. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അപ്പോൾ ശില്പവിദ്യകൾക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കാൻ കഴിയില്ല, ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാകുന്നു. ഇല്ല, വിജാതീയർ ബലിയർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത് എന്ന് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ നാം കാണുന്നു. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്. വീണ്ടും 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇതിൽ അത്ഭുതമില്ല, സാത്താൻ പോലും പ്രകാശത്തിൻ്റെ ദൂതൻ്റെ വേഷം കെട്ടാറുണ്ട്. അതുകൊണ്ട് സാത്താൻ്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിലും അത്ഭുതമില്ല. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിരിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ച ഈ സുവിശേഷത്തിന് വിരുദ്ധമായി, ദൈവവചനത്തിന് വിരുദ്ധമായി വേറെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ദൈവത്തിൻ്റെ സത്യാരാധനയെ വളച്ചൊടിക്കത്തക്ക രീതിയിലുള്ള ആചാരങ്ങളും തീരുമാനങ്ങളും പാരമ്പര്യങ്ങളും അനുഷ്ഠിച്ചാൽ, ദൈവവചനപ്രകാരം അങ്ങനെയുള്ളവൻ സ്വർഗത്തിൽ നിന്ന് ഉള്ള ദൂതൻ തന്നെയോ ആയിക്കൊള്ളട്ടെ, അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം അപ്പോസ്തലനായ പൗലോസിലൂടെ വെളിപ്പെട്ടു വന്നത്. 1 തീമോത്തി ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. അവസാനമായി വെളിപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ 8-ാം വാക്യം നമുക്ക് വായിച്ച് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും. ഇതാണ് 2ാമത്തെ മരണം. ദൈവം നമ്മോട് ആജ്ഞാപിച്ച പ്രകാരം നമ്മുടെ ആത്മീയതയെ നാം ക്രമപ്പെടുത്തുക. തെറ്റേത് ശരിയേത് എന്ന് ദൈവത്തിൻ്റെ വചനം ഏക മാനദണ്ഡമായി നമ്മോട് സംസാരിക്കുന്നു. അതിൻ പ്രകാരം ജീവിച്ച് ജീവിതത്തിൽ ജയാളികളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.